നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത 4 കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടായാൽ ബറക്കത്ത് അധികരിക്കും. ഏതാണ് ആ 4 കാര്യങ്ങൾ? ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന 4 പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. നാം വീട്ടിൽ മൗലൂദ് ഓതുന്നവരാണ്, ഹദ്ദാദ് ചൊല്ലുന്നവരാണ്, ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. ഇതൊക്കെ ബറക്കത്തിന് വേണ്ടി നാം ചെയ്യാറുണ്ടെങ്കിലും ഈ 4 കാര്യങ്ങൾ കൂടി പ്രത്യേകമായി വീട്ടിൽ കരുതിയാൽ നമുക്ക് അധികരിച്ച് ബറക്കത്തുണ്ടാവും. ആ 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? വീഡിയോയിലൂടെ നമുക്ക് കേട്ട് മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും തീർത്തു തരുമാറാകട്ടെ. വീഡിയോയുടെ കമന്റ് ബോക്സുകളിലൂടെ ധാരാളം ആളുകൾ പലപ്പോഴും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുള്ളത് കടങ്ങൾ തീർന്നു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാനാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ കടങ്ങളും തീർക്കാനുള്ള മാർഗങ്ങൾ അല്ലാഹു തആല നമുക്ക് കാണിച്ചു തരുമാറാകട്ടെ. അതിനുള്ള വഴികൾ അല്ലാഹു തആല നമുക്ക് തുറന്നു തരുമാറാകട്ടെ. നമുക്കൊക്കെ സ്വന്തമായിട്ട് വീടുണ്ട്. ചില ആളുകൾ വാടക വീട്ടിലും താമസിക്കുന്നവരായിരിക്കും. ആ വീട്ടിൽ നാം 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ബറക്കത്ത് അധികരിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചത് കാണാം. മുത്തുനബി ഹദീസിലൂടെ നമ്മൾ പഠിപ്പിച്ചത് കാണാൻ കഴിയും. ഏതാണ് ആ 4 കാര്യങ്ങൾ? നാം വീട്ടിൽ ഖുർആൻ ഓതാറുണ്ട്. ഇത് റബീഉൽ അവ്വൽ മാസമായതുകൊണ്ട് മൗലിദ് പാരായണം ചെയ്യാറുണ്ട്. ഹദ്ദാദ് റാത്തീബ് പതിവാക്കുന്നവരുണ്ട്. പതിവാക്കാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും നമ്മുടെ വീടുകളിൽ ഹദ്ദാദ് റാത്തീബ് ഇശാ മഗ്‌രിബിനിടയിൽ അതല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായി കൊണ്ട് നാം പതിവാക്കണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ പാരായണം ചെയ്യുന്നവരുണ്ട്. നിത്യവും ഓതേണ്ട സൂറത്തുകൾ ഓതുന്നവരുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുന്നവരാണ്. ബറക്കത്തിന് വേണ്ടി നാം ചെയ്യുന്നവരാണ്. അതോടുകൂടെ തന്നെ നമ്മുടെ വീട്ടിൽ 4 കാര്യങ്ങൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം. അതിൽ 2 കാര്യങ്ങൾ നമ്മുടെ അടുക്കളയിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. അടുക്കളയെ കുറിച്ച് പറയുമ്പോൾ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അടുക്കളയാണ്. ആ അടുക്കളയിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കാം. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണത്. തീർച്ചയായും നിങ്ങൾ കാണാൻ വേണ്ടി ആ വീഡിയോ കൂടി കാണാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങളുണ്ട്. അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബറക. 4 കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബറക്കത്തുണ്ടാകുമെന്നാണ്. അതിൽ ഒന്നാമത്തത് ഷാത്ത്, ആടാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അശ്ശാത്തു ഫിദ്ദാരി ഫീഹിന്ന ബറക. ഒരു വീട്ടിൽ ആടുണ്ടോ ആ വീട്ടിൽ ബറക്കത്തുണ്ടാകുമെന്നാണ്. നമുക്കറിയാം, മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരും ആടിനെ വളർത്തിയവരാണ്, അല്ലെങ്കിൽ ആട് മേച്ചവരാണ്. ആദം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, എന്തിനേറെ നമ്മുടെ പ്രവാചകർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ ആടിനെ നോക്കിയിട്ടുണ്ട്, ആടിനെ പോറ്റിയിട്ടുണ്ട്. അപ്പോൾ ആടിനെ മേക്കാത്ത, ആടിനെ വളർത്താത്ത ഒരു പ്രവാചകന്മാരും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആടിൽ ബറക്കത്തുണ്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചത് തന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഒരാടെങ്കിലും ഉണ്ടായിരിക്കണം. അത് ബറക്കത്താണ്. ആട് നമ്മുടെ ഒരു ജീവിത മാർഗം കൂടിയാണ്. കൂടുതൽ ആടുണ്ടാകുമ്പോൾ ആടിനെ വിൽക്കുകയും അതിലൂടെ വരുമാനം കണ്ടെത്തുകയും ചെയ്യാൻ കഴിയും. അപ്പോൾ വീട്ടിൽ ഉണ്ടാകേണ്ട 4 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആട്. ആ ആടിനെ നാം വളർത്താൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തത് മണ്ണിന്റെ കറിച്ചട്ടി. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇത് പറയുമ്പോൾ എത്രമാത്രം പ്രായോഗികമായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. മണ്ണിന്റെ കറിച്ചട്ടി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് ആ കറിച്ചട്ടിയിൽ പാകം ചെയ്യുക എന്നുള്ളത് വളരെ സാധ്യത കുറഞ്ഞ ഒരു കാര്യമാണ്. ഇന്ന് കുക്കറിലും അതുപോലെ തന്നെ കരണ്ട് അടുപ്പിലും ഗ്യാസ് അടുപ്പിലും ഒക്കെ പാകം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ എന്തിനാണ് ഉസ്താദെ മണ്ണിന്റെ കറിച്ചട്ടി? അത് കരണ്ടിന്റെ അടുപ്പിൽ വെക്കാൻ പറ്റൂല, ഗ്യാസ് അടുപ്പുമേൽ വെക്കാൻ പറ്റില്ല, വിറകിന്റെ അടുപ്പിൽ മാത്രം ഉപയോഗിക്കാനേ ഈ മണ്ണിന്റെ കറിച്ചട്ടി പറ്റുകയുള്ളൂ, അതുകൊണ്ട് അതാരും ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കില്ല എന്ന് പറയുന്നവർ നമ്മുടെ വീട്ടിൽ
മണ്ണിന്റെ കറിച്ചട്ടി പോലെ പലതും നമ്മുടെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടതോടുകൂടി നമുക്ക് ബറക്കത്തും നഷ്ടപ്പെടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. മണ്ണിന്റെ കറിച്ചട്ടിയിൽ വെച്ചും ഭക്ഷണം ഉണ്ടാക്കുന്നതിനുള്ള ആ രുചി നമ്മുടെ ഇന്നത്തെ കരണ്ടിന്റെ അടുപ്പിലുണ്ടാക്കിയ ഭക്ഷണത്തിനോ അതല്ലെങ്കിൽ ഗ്യാസിന്റെ അടുപ്പിലുണ്ടാക്കിയ ഭക്ഷണത്തിനോ ലഭിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പഴയ കാലത്തൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാരോട്, പ്രായം ചെന്ന വലിയമ്മമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, ആ കറിച്ചട്ടി എല്ലാവരും കറി എടുത്തുകൊണ്ട് അവസാനം വരുന്ന ആ കറിച്ചട്ടിയുടെ പാത്രത്തിൽ കുറച്ച് ചോറിട്ടുകൊണ്ട് ഒന്നായിട്ട് കുഴച്ചങ്ങ് കഴിക്കുമ്പോഴുള്ള ആ ഒരു ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഇനി ഏതെങ്കിലും ഭക്ഷണത്തിനുണ്ടോ എന്ന് നമ്മുടെ വീട്ടിലുള്ള പ്രായം ചെന്ന വല്യമ്മമാരോട് ഒന്ന് ചോദിച്ചു നോക്കണം. അപ്പോഴേ അറിയാം. നമ്മുടെ മക്കളും ഇതുപോലെ സ്വാദിഷ്ടമായ ഭക്ഷണം ഒരു ദിവസമെങ്കിലും കഴിക്കട്ടെ. നിങ്ങൾ വീട്ടിൽ ഒരു മണ്ണിന്റെ കറിച്ചട്ടി വാങ്ങിക്കൊണ്ടുവന്നുകൊണ്ട് അതിലൊരു ദിവസം കറി പാകം ചെയ്തുകൊണ്ട് നമ്മുടെ മക്കൾക്ക് കഴിക്കാൻ കൊടുക്കണം. അപ്പോൾ മണ്ണിന്റെ കറിച്ചട്ടി നാം പാകം ചെയ്തിട്ടില്ലെങ്കിലും വീട്ടിലൊന്ന് കൊണ്ടുവന്ന് വെക്കുക. അത് വീട്ടിൽ ബറക്കത്താണ്. മൂന്നാമത്തത് അദ്ദീഖ്, കോഴിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ പലരുടെ വീട്ടിലും മുൻകാലങ്ങളിൽ സുലഭമായി ധാരാളം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് കോഴി എന്ന് പറയുന്നത്. വീട്ടിലേക്ക് പെട്ടെന്നൊരു വിരുന്നുകാരൻ വരുന്ന സമയത്ത് നമ്മുടെ കോഴിക്കൂട്ടിലേക്ക് ഉമ്മമാർ ഓടിയിട്ട് കോഴിമുട്ട എടുത്തു കൊണ്ടുവന്നുകൊണ്ട് പുഴുങ്ങിക്കൊടുത്ത് വിരുന്നുകാരെ സൽക്കരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ. ഇന്ന് വീട്ടിൽ നാടൻ കോഴിയുമില്ല, നാടൻ മുട്ടയുമില്ല. മുമ്പൊക്കെ കോഴി ഇറച്ചി നമ്മൾ കഴിച്ചിരുന്ന സ്ഥലത്ത് ഇന്ന് ഇറച്ചിക്കോഴിയായി മാറിക്കഴിഞ്ഞു. അതിനനുസരിച്ച് രോഗവും നമ്മിലേക്ക് വരാൻ തുടങ്ങി, ബറക്കത്ത് നമ്മിൽ നിന്ന് നഷ്ടപ്പെടാൻ തുടങ്ങി. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കണേ. അങ്ങനെയല്ലേ നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഇന്നും സൂക്ഷിപ്പിരിപ്പുണ്ടാകും കോഴിയിറച്ചി. അതിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മുടെ വീട്ടിൽ ഒരു കോഴിയെങ്കിലും നാം വളർത്താൻ വേണ്ടി ശ്രമിക്കണം. വളരെ പരിമിതമായ സ്ഥലത്ത് വളർത്താൻ കഴിയുന്ന ഒരു ജീവിയാണ് കോഴി എന്ന് പറയുന്നത്. ഒന്നോ രണ്ടോ കോഴികളെ മാത്രം ആണെങ്കിലും നമ്മുടെ വീട്ടിൽ ഒന്ന് വളർത്താൻ വേണ്ടി ശ്രമിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബറക്കത്ത് പറഞ്ഞ ജീവിയാണ് കോഴി. അദ്ദീഖു ഫിദ്ദാരി ഫീഹിന്ന ബറക. ഒരു കോഴി വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ മുത്തുനബി പറഞ്ഞത് കാണാം, ലാ തശുബ്ബുദ്ദീഖ, നിങ്ങൾ കോഴിയെ ശപിക്കരുത്. കാരണം കോഴി സുബഹിക്ക് നമ്മെ വിളിച്ചുണർത്തുന്ന കോഴിയാണ്. പൂവൻ കോഴിയുള്ള വീട്ടിലൊക്കെ പൂവൻ കോഴി കൂവി ശല്യപ്പെടുത്തിയിട്ട് വീട്ടുകാരെ വിളിച്ചുണർത്തും. അപ്പോൾ ഈ പൂവൻ കോഴി ഇങ്ങനെ കൂവുന്ന സമയത്ത് അതിനെ ശപിക്കാൻ പാടില്ല. പണ്ടാറക്കോഴി എന്ന് പറഞ്ഞുകൊണ്ട് കോഴിയെ ശപിക്കാൻ പാടില്ല. അതല്ലെങ്കിൽ കോഴി നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ കാഷ്ടിച്ചു വെച്ചു, ഇങ്ങനെയൊക്കെ ആയി പണ്ടാറ കോഴിക്കളെ കൊണ്ട് കുടുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് കോഴിയെ ശപിക്കരുത്, കോഴിയെ ശപിക്കാൻ പാടില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് കാണാം. കോഴി ബറക്കത്തുള്ള ജീവിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നാം കോഴിയെ വളർത്താൻ വേണ്ടി ശ്രമിക്കണം. ഈ കാലഘട്ടത്തിൽ വീടിന്റെ മുറ്റം മൊത്തം ഇന്റർലോക്ക് ചെയ്തത് കൊണ്ട് ഉസ്താദെ കോഴിയൊക്കെ വളർത്തിയിട്ട് ആ കോഴി ആ ഇന്റർലോക്കിൽ മുറ്റത്തൊക്കെ നടന്ന് കാഷ്ടിച്ച് ആകെ വൃത്തികേടാക്കും എന്ന് പറയുന്നവരുണ്ടെങ്കിൽ കോഴിയെ കൂട്ടിൽ നിന്ന് വിടാതെ അതിൽ തന്നെ നിർത്തി ഭക്ഷണവും വെള്ളവും ഒക്കെ കൂട്ടിലേക്ക് കൊടുത്തുകൊണ്ട് വളർത്തുന്ന കോഴികളെയും ഇന്നത്തെ കാലത്ത് നമുക്ക് വാങ്ങാൻ കിട്ടും. സിഹർ, കണ്ണേറ്, നാപ്പോര് എന്നൊക്കെ പറയുന്ന ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് ആ ജീവികൾ കാരണമായി നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചത് കാണാൻ കഴിയും. അപ്പോൾ നിർബന്ധമായും നമ്മുടെ വീട്ടിലൊക്കെ നാം 2 കോഴികളെ വളർത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഞാൻ നിർത്തുകയാണ്. 4-മത്തത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചത്, നമ്മുടെ വീട്ടിലൊക്കെ പഴയ കാലത്ത് നമ്മുടെ വീടിന്റെ അടുക്കളയിലൊക്കെ കണ്ടിരുന്ന ഒരു കാര്യമാണ് ആട്ടുകല്ല്. മാവ് ആട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആട്ടുകല്ല്. ഇന്നത്തെ പല സ്ത്രീകൾക്കും ഈ ആട്ടുകല്ല് എന്ന് പറയുന്ന സാധനം എന്താണ് എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇന്ന് ഗ്രൈൻഡർ വന്നു, മിക്സി വന്നു. ഇങ്ങനെ നമ്മുടെ ശരീരത്തിനൊക്കെ ചലനമുണ്ടാകുന്ന, അനങ്ങുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ എല്ലാം നമ്മിൽ നിന്ന് അകന്നു പോയി. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് രോഗവും അധികരിക്കാൻ തുടങ്ങി.
വീട്ടിലും ഇന്ന് പാളയും കയറുമില്ല. എല്ലാ വീട്ടിലും മോട്ടറാണ്. മോട്ടർ ഇട്ട് സ്വിച്ച് ഇട്ടാൽ വെള്ളം നിറയും. കരണ്ട് പോയാൽ വെള്ളമില്ലെങ്കിൽ വെള്ളം ഇല്ലാത്തൊരവസ്ഥയാണ്. ഒന്ന് പാളയും കയറും എടുത്തുകൊണ്ട് വലിക്കട്ടെ എന്ന് വിചാരിച്ചാൽ ആ വീട്ടിൽ പാളയും കയറുമില്ല, വലിക്കുന്ന സ്വഭാവവുമില്ല. ചില നാടുകളിൽ വട്ടിയും കയറും എന്നും പറയും. ഏതായാലും ഈ കിണറ്റിൽ നിന്ന് വെള്ളം വലിക്കുന്ന ഒരു സ്വഭാവം സ്ത്രീകളിൽ ഇല്ലാതായതോടുകൂടി അവരുടെ ശരീരം അനങ്ങൽ അവിടെ നിന്നുപോയി. രണ്ടാമത്തത്, നമ്മുടെ വീട്ടിലൊക്കെ അടുക്കളയിൽ ഉണ്ടായിരുന്ന ഒന്നാണ് ഉരലും ഉലക്കയും. അതിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പഴയകാല ഉമ്മമാർക്ക്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഇളകുന്ന ഒരു സ്വഭാവം, അത് ഇല്ലാതായി പോയി. പിന്നെ അരക്കല്ല്, അമ്മി എന്ന് ചില നാടുകളിൽ പറയും, ചില നാടുകളിൽ അരക്കല്ല് എന്ന് പറയും. ഏതായാലും ആ അമ്മിമേലുള്ള അരക്കൽ അത് നിന്നുപോയി. മിക്സി വന്നു. ഇങ്ങനെ ഓരോ കാര്യവും അവരിലേക്ക് വന്നു. സുഖ സൗകര്യങ്ങൾ കൂടിയതിനനുസരിച്ച് ശരീരം അനങ്ങാൻ പറ്റാതെയായപ്പോൾ പല രോഗങ്ങളും അവരിലേക്ക് വരാൻ തുടങ്ങി. അല്ലാഹു തആല കാക്കട്ടെ. ഈ 4 കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാവാൻ വേണ്ടി നാം ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും തീർത്തു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.